ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാറ്റ് ബോട്ട്, അതായത് AI ബേസ്ഡ് ചാറ്റ് ബോട്ടിനെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സെർവറിൽ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്നാണ്. ലൈക്ക് ചാറ്റ് GPT, ജെമിനി, ക്ലോഡ് അങ്ങനത്തെ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ സെർവറിൽ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാമെന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്, ലാർജ് മോഡൽ ലാംഗ്വേജസ് ആണത്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും ഇതിൻ്റെ എങ്ങനെ വർക്കിംഗ് എന്നാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ആദ്യം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നേരെ LM സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് വിടാം. അപ്പോൾ LM സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നമ്മൾ നേരെ ഏറ്റവും താഴെ ഒരു LM ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. LM ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് OS വേർഷൻ നമ്മുടെ മാക്ക് ആണെങ്കിൽ മാക്ക്, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്. ഞാൻ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിൻഡോസ് ചൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പാത്ത് ചോദിക്കും, പാത്ത് നമ്മൾ കൊടുക്കുക, ജസ്റ്റ് കൊടുത്ത് വിടുക. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആയിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ ഉള്ളൂ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത്, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വരുന്നത്. പിന്നെ അതിനകത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ടേൺ ഓൺ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അത് ചോദിക്കുക. അത് നമ്മൾ എനേബിൾ ചെയ്ത് ജസ്റ്റ് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നോർമൽ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് നേരെ LM സ്റ്റുഡിയോ എന്ന് പറഞ്ഞ LM സ്റ്റുഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത LM സ്റ്റുഡിയോയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ആദ്യമേ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നു അറിയില്ല. യെസ്, ഓക്കെ, ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു നാലാമത്തെ ഒരു ഓപ്ഷൻ നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള GPT മോഡൽസ് ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഇതിനകത്ത് കുറച്ച് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ബേസ്ഡ് മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു 16 GB റാമുള്ളൊരു PC ആണ്. അപ്പോൾ അതിലെനിക്ക് ഒരു മാക്സിമം ഒരു 8 GB-ക്കകത്തുള്ള മോഡൽസിനെ മാത്രമേ എനിക്ക് ഹോസ്റ്റ് ചെയ്ത് നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ടൈം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഹായുടെ ഒരു റിപ്ലൈ വരണമെങ്കിൽ നമ്മളൊരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും. പിന്നെ ക്രാഷ് ആകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്നാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പെക്ക് നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് നമുക്കൊരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് GPTs നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം നമ്മുടെ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ പ്രോസസ്സ്, നമ്മുടെ CPU, ഓക്കെ, നമ്മുടെ CPUവിൻ്റെ ഡീറ്റെയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എൻ്റെ CPU ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ 6 കോറാണുള്ളത്. അപ്പോൾ 6 കോർ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ലോജിക്കലി ഒരു 12 പ്രോസസ്സ് ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ 12 വെച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തർ ഇതിൻ്റെ സ്പെക്ക് അനുസരിച്ചായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് വേണ്ട സംഭവമാണ് മെമ്മറി, അതായത് റാം മസ്റ്റാണ്. റാം ഇല്ലാതെ നമുക്കൊരു പരിപാടിയിലേക്കും പോകാൻ വേണ്ടി പറ്റത്തില്ല. കാരണം റാം നമ്മൾ ലോഡ് ചെയ്തതനുസരിച്ച് ഈ സാധനം ഭയങ്കരമായിട്ട് കൂടുകയും കുറേയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ എന്താ പറയുന്നത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു 8 GB റാമുള്ള ഒരാൾ ഒരിക്കലും പോയി 8 GB സാധനം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ചാൻസസ് വളരെ, അതായത് നമ്മുടെ സിസ്റ്റം ക്രാഷ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പല മോഡൽസ് ഉണ്ട്. അതായത് ഇപ്പോൾ OpenAI ആണെങ്കിൽ OpenAIയുടെ വേർഷൻസ് ഇതിനകത്തുണ്ടാവും. ഇതാണ് OpenAIയുടെ വേർഷൻസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു പാക്ക് ലോഡ് ആകുന്നുണ്ട്. 12 GB ആണ്. ആക്ച്വലി 12 GB ആണെങ്കിലും നമ്മൾ 16 GB റാം ഉള്ളപ്പോൾ നമ്മൾ ഈ 12 GB ഫയൽ റൺ ചെയ്യാൻ നോക്കരുത്. നോക്കിക്കാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ക്രാഷ് ആവും. അപ്പോൾ ഇതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് അവർ ജസ്റ്റ് ഇതിനകത്ത് തന്നെ നോക്കിയാൽ മതി. 16 GB ആണ് പറയുന്നത്, പക്ഷെ നമുക്ക് ആ ഒരു എന്താ പറയുന്നത് പെർഫോമൻസ് നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു AI മോഡൽ, ഒരു അൺസെൻസേർഡ് ആയിട്ടുള്ളൊരു ലൈക്ക്
ഒരു മോഡലിനെ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്, സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഡോൾഫിൻ ലാംബ എന്ന് പറഞ്ഞൊരു ഈ ലാംബ വേർഷൻസ് നമ്മുടെ മെറ്റയ്ക്കും ഉണ്ട്, പല പല ഇതിനുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലാംബ എന്ന് പറഞ്ഞൊരു വേർഷനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കും ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു അൺസെൻസേർഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് അത് ഡൗൺലോഡ് ആയി കഴിയുമ്പോഴത്തേനും ഇത് ജസ്റ്റ് നമ്മൾ ഡൗൺലോഡ് കൊടുത്താൽ മതി. ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഇത് ഡൗൺലോഡ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ട് സെലക്ട് മോഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇവിടെ നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഈ സാധനം നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു സംഭവം കാണിക്കാം. ഓക്കെ, ഇത് കണ്ടോ, എൻ്റെ CPU മെമ്മറി പിടിച്ചേക്കുന്നത് കണ്ടോ, 42% ആണ് ആ മെമ്മറി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നു. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ലോഡ് ചെയ്തത്. ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 8 GB ആയിരിക്കും കിടക്കുന്നത്. അതായത് 8 GB ഒരു കോറായിരിക്കും കിടക്കുന്നത്. സോറി, കോർടെക്സ് ലെന്ത് ആയിരിക്കും കിടക്കുന്നത്. അപ്പം അത് മാറ്റിയിട്ട് നമ്മളൊരു 4 GB ആക്കിയിടണം. അതായത് ഒരു 4 ലെങ്ത്, അതായത് കോൺടാക്സിൻ്റെ ഒരു 4 GB അടുത്ത് വരുന്ന രീതിയിലൊരു ലെങ്ത് ഇട്ട് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ GPU. ഓക്കെ, GPU നിങ്ങൾക്ക് ഇവിടെ ഫുള്ളോ അല്ലാത്ത ഈ ഒരു റേഞ്ചിലായിരിക്കും, ഈ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത്. അത് മാറ്റിയിട്ട്, അത് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹൈ എൻഡ് PCs ആണ് നിങ്ങൾക്ക് ഉള്ളെങ്കിൽ കുഴപ്പമില്ല. അതായത് നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, ഒരു മിനിമം 1650 ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 8 GB മിനിമം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ലോഡ് ചെയ്ത് വിടാം. ഓക്കെ, എനിക്കിപ്പം ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, പക്ഷേ അത് ഇന്ത്യയിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ അതിലധികം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ എന്താ പറയുക യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് വെറുതെ നമ്മൾ അതിനെ കൂടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരെ അൺലോഡ് ചെയ്ത് അങ്ങ് ഇടുക. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ ഇട്ടേക്കുന്നത് എന്താ പറയുക, നമ്മുടെ CPU-ൻ്റെ ത്രെഡ് അത് യൂസ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 6 കോർ ഉണ്ട്. അപ്പോൾ എനിക്ക് 6 കോർ ഉണ്ടെങ്കിൽ ലോജിക്കലി എനിക്ക് പ്രോസസ്സർ 12 രീതിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ 12 ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് 5 ആണെങ്കിൽ നിങ്ങൾ 10 ഇട്ട് കൊടുക്കണം, 4 ആണെങ്കിൽ 8 ഇട്ട് കൊടുക്കണം. ജസ്റ്റ് അങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ യൂസ് അനുസരിച്ച് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഇതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിമെമ്പർ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പം നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ മൊത്തം നെക്സ്റ്റ് ടൈം ലോഡ് ചെയ്യാൻ നേരത്ത് ഈ സാധനം പിന്നെയും പഴയത് കൂട്ടാവും. അപ്പോൾ നമ്മൾ റിമെമ്പർ സെറ്റിങ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം ലോഡാവും. ഓക്കെ, ഇത് ലോഡാവുമ്പോൾ ഞാൻ നിങ്ങളെ വേറൊരു സംഭവം കാണിക്കാം. കണ്ടോ, എൻ്റെ RAM പോകുന്ന പോക്ക് കണ്ടോ, 76%. അത് ഞാൻ 4 GB ഇട്ട് കൊടുത്തിട്ടാണ് എനിക്ക് ഇത്രയും കയറി പോകുന്നത്. അപ്പം ഞാൻ 8 GB യൂസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ സിസ്റ്റം ക്രാഷ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് CPU-ൻ്റെ എങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ലോഡായി കഴിയുമ്പോഴത്തേനും ഇത് തിരിച്ച് സ്റ്റേബിൾ ആവും കേട്ടോ. ഇത് തിരിച്ചൊരു 61% നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ മണ്ടയ്ക്ക് പോകാൻ ചാൻസ് ഇല്ല. ഇത് ഫസ്റ്റ് ലോഡിങ് ടൈം ആയതുകൊണ്ട് 76 അടുത്ത് നിൽക്കുന്നത് ഈ സാധനം. ഓക്കെ, ഇത് ഞാൻ മിനിമൈസ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ചാറ്റ് ബോട്ട് എന്താ പറയുന്നത് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചാറ്റ് ചെയ്യാം. നമുക്ക് ആദ്യമേ തന്നെ ചാറ്റ് ചെയ്ത് ഹായ് കൊടുത്തു നോക്കാം. ഹായ്, ഓക്കെ, വന്നു, റിപ്ലൈ വന്നു. ഓക്കെ, ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് റിപ്ലൈ വരണമെങ്കിൽ നമ്മുടെ സിസ്റ്റം അതുപോലെ തന്നെ യൂസ്ഫുൾ, അതായത് സ്പെക്കുള്ളായിരിക്കണമെങ്കിൽ മാത്രമേ ഡയറക്റ്റ് അതിൻ്റെ ഫയൽ എടുത്തിട്ടിട്ട് കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കംപ്രസ് ചെയ്തിട്ട് വേണം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഈ വന്നേക്കുന്ന ഒരു റെസ്പോൺസ് ടൈം ഉണ്ടല്ലോ, ഇവിടെ കിട്ടിയേക്കുന്ന ഈ റെസ്പോൺസ് ടൈം ഉണ്ടല്ലോ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഹായ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസ്പോൺസ് വരണമെങ്കിൽ നമ്മൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്താലേ അതിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ലോങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് വരുന്നെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതൊരു അൺസെൻസേർഡ് ആണെന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വളരെ സിമ്പിളായിട്ട് ഞാനൊരു ഹൗ ടു ഹാക്ക് ഒരു കമൻറ്റ് പ്രോംപ്റ്റ് ഇട്ട് വിടാം. ഹൗ ടു ഹാക്ക് വൈഫൈ ഓക്കെ, ഇട്ട് കൊടുക്കുന്നു. എനിക്ക് ഈ സാധനം ഇതിൻ്റെ റിപ്ലൈ തരുന്നു. ഇത് ഭയങ്കര
ആക്ച്വലി ഒരു ഫുള്ള് നമ്മൾ എന്താണ് പ്രോംപ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ ബേസിലായിരിക്കും ഇതിൻ്റെ കമൻറ്റ്സ് വരുന്നത്. ഇത് അണ്ടർ ഡെവലപ്പിംഗ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ChatGPT പോലൊന്നും അല്ല ഈ സാധനം വരുന്നത്. അതായത് കുറച്ച് ലാഗ് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ എൻ്റെ CPU പോകുന്നുണ്ടോ 95, 97. നേരത്തെ കണ്ട എൻ്റെ CPUൻ്റെ റേറ്റ് അല്ലേ ഇപ്പോഴത്തെ CPU റേറ്റ് വരുന്നത്. കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാക്സിമം നമ്മൾ എന്താ പറയുന്നത്, കുറച്ചുള്ള ഫയൽ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ. ഇപ്പം തന്നെ എൻ്റെ മെമ്മറി ഓക്കെ സ്റ്റേബിൾ 76 തന്നെയുണ്ട്, പക്ഷേ എൻ്റെ CPU പോയതുണ്ടോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ നമ്മുടെ സ്പെക്ക് അനുസരിച്ച് മാത്രമേ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കാവൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇത് കണ്ടോ, ഇപ്പോൾ തിരിച്ച് അതിൻ്റെ റീപ്ലൈ വന്നു, അത് ഫുള്ള് അതിൻ്റെ റെസ്പോൺസ് ഫുള്ള് വന്നു കഴിയുമ്പോഴത്തേന് ഇത് പിന്നെയും പഴയ സ്റ്റേറ്റിലോട്ട് പോയി. CPU അത്രയും യൂസ് ചെയ്യില്ല. അത്രയും നേരം ആ ഒരു റെസ്പോൺസ് ടൈമിലുള്ള സ്പൈക്ക് ലൈക്ക് ഇതാണ് അതിൻ്റെ സ്പൈക്ക് റേറ്റ് വരുന്നത്. 100% അടുത്ത് സ്പൈക്ക് റേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടി ഏത് ടൂളാണോ ആ ടൂൾ അതിനെപ്പറ്റി ഇപ്പോൾ നമുക്ക് നോക്കാം. എന്ത് സാധനങ്ങൾ നമുക്ക് റിസർച്ച് എന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ ഒരു വോളബിലിറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെ പെൻ ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അങ്ങനത്തെ നമുക്ക് സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക ChatGPT കൊണ്ട് തരാൻ പറ്റാത്ത, അതായത് നമുക്ക് അതിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ജെമിനിയിലാണെങ്കിലും DeepSeekലാണെങ്കിലും എല്ലാത്തിനും റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അത് റെസ്ട്രിക്ഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ഉണ്ട്. അതായത് ജെയിൽ ബ്രേക്ക്, ഇപ്പോൾ ഗ്രോക്ക് ആയിരുന്നു നേരത്തെ ജെയിൽ ബ്രേക്കിന് ഇരയായിക്കൊണ്ടിരുന്നൊരു GPT. അപ്പോൾ അതിൽ കുറേ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇന്നൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ജെയിൽ ബ്രേക്ക് ആയിപ്പോൾ. അതായത് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ ഹൗ ടു ഹാക്ക് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന് ആൻസർ ചെയ്യാൻ തുടങ്ങി. ആ പാച്ചസ് എല്ലാം മീൻസ് ആ ഒരു വോളബിലിറ്റീസ് എല്ലാം അത് അവർ പാച്ച് ചെയ്ത് ഇപ്പോൾ പുതിയ വേർഷൻസ് ഇറക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ അധികം രീതിയിലുള്ള ഒരു ജെയിൽ ബ്രേക്കിങ് പോസിബിൾ അല്ല. നേരത്തെ നമുക്കത് പോസിബിൾ ആയിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മോഡലിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ വേരിയൻ്റ് ഉണ്ട്. ഓപ്പൺ എയുടെ തന്നെ നമുക്ക് അൺസെൻസർഡ് ആയിട്ടുള്ളതുണ്ട്. ഈ വേരിയൻ്റ് അനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിനുള്ളൊരു എന്താ പറയുന്നത് സ്പെക്കും വേണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ ആൻസർ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലായി. ഇനിയിപ്പോൾ നമ്മുടെ ഫോണിൽ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ. ഓക്കെ, അവിടെ ലിങ്ക് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തൊരു ഒരു അക്കൗണ്ട് സൈൻ ചെയ്യുക. ഓക്കെ, അത് സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് ആഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിലവിൽ iOSന് മാത്രമാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡിന് വേണമെങ്കിൽ നമുക്ക് ടെർമിനൽ ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടെർമെക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഇതിൻ്റെ ഡെവലപ്പർ സെക്ക് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും കസ്റ്റം ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്ത് കസ്റ്റം ചെയ്യണമെങ്കിൽ നമുക്ക് ChatGPT വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കസ്റ്റം ചെയ്ത് അണ്ടർ ഡെവലപ്പിംഗ് തന്നെ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ വീട്ടിലൊരു റൗട്ടർ ഉണ്ടെങ്കിൽ മേ ബി നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. റൗട്ടർ ഉണ്ടായിട്ട് അതിനകത്ത് നമുക്ക് സ്റ്റാറ്റിക് IP എല്ലാവരുടെയും വീട്ടിലും കാണില്ല. അപ്പം നമുക്ക് ഡൈനാമിക് DNS ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ഫോർവേഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെർവർ, അതായത് ഡേറ്റാബേസ് സെർവർ നമുക്ക് ഫോർവേഡ് ചെയ്ത് നമുക്ക് വെളിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോണുകൾ, നമ്മുടെ നെറ്റ്വർക്കിലല്ലാത്ത ഫോണുകളിലെല്ലാം നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിലും ChatGPT ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ അവിടെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.